من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാഭരണമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകൾ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടുന്ന പോലെ എവരെയും ആമുഖമായി നടത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദുകളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെ ഉൾപ്പെടുത്തി അതിലേക്ക് നൽകണം. ലോകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില സങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഭാഗത്ത് യുദ്ധവും അതിന്റെ പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾ, മറ്റൊരു വശത്ത് കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും മൂലം യൂറോപ്യൻ രാജ്യങ്ങളടക്കം വലിയ പ്രയാസങ്ങൾ, ദശലക്ഷക്കണക്കിന് ആളുകൾ വലിയ പ്രയാസങ്ങൾ, ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ശക്തമായി കൊണ്ടുള്ള ചൂട് ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അതിശക്തമായി കൊണ്ടുള്ള ചൂട് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം. മറ്റൊരു വശത്താകട്ടെ ശക്തമായിട്ടുള്ള മഴ പെയ്ത് മിന്നൽ പ്രളയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. മറുവശത്ത് ഫുട്ബോൾ ലോകകപ്പിന്റെ ആരവങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറുവശത്ത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ 1000-ലധികം ആളുകളുടെ ജീവൻ കവർന്നെടുത്ത വെനിസ്വേലയിലെ ഭൂകമ്പങ്ങൾ, അതൊക്കെ തുടർക്കഥകളായി ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഗോള സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, ഒരു സത്യവിശ്വാസി എന്ന നിലയ്ക്ക് നമ്മിൽ ഉണ്ടാകേണ്ട 3 കാര്യങ്ങളെ സംബന്ധിച്ചാണ്
ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസി അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിക്റുള്ളയാണ്. അല്ലാഹുവിനെ ധാരാളമായിക്കൊണ്ട് ഓർക്കാനും സ്മരിക്കാനും ഒരു വിശ്വാസി സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഈ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ദിക്റുള്ള സദാസമയവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, ആ സ്മരണകളിലൂടെ ആയിരിക്കണം നമ്മുടെ ഓരോ സന്ദർഭങ്ങളും ഓരോ സുദിനങ്ങളും കടന്നു പോകേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തിയിട്ടുള്ള കാര്യമാണ് ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. ഫദ്കുറൂനി അദ്കുറുകും, നിങ്ങൾ എന്നെ ഓർക്കണം, നിങ്ങൾ എന്നെ സ്മരിക്കണം. അദ്കുറുകും, എങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു പറയാണ്, നിങ്ങൾ എന്നെ ഓർക്കണം, നിങ്ങൾ എന്നെ സ്മരിക്കണം, എങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ദിക്റിലേക്ക് നമ്മുടെ മനസ്സും ചിന്തയും ഒക്കെ എത്തേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുള്ളയില്ലാത്ത, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാതെ ഭൗതികമായി കൊണ്ടുള്ള കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മസൽ, ഉദാഹരണം, ഉപമ. ആരുടെ ഉപമ? അല്ലദീ യദ്കുറു റബ്ബഹു, റബ്ബിനെ ഓർക്കുന്ന, റബ്ബിനെ സ്മരിക്കുന്ന ഒരു മനുഷ്യന്റെ ഉപമ. വല്ലദീ ലാ യദ്കുറു റബ്ബഹു, അല്ലാഹുവിനെ ഓർക്കാത്ത ഒരു മനുഷ്യന്റെ ഉപമയും ഇതുപോലെയാണ്. മസലുൽ ഹയ്യി വൽ മയ്യിത്തി. റസൂൽ പറയാ, മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവനുള്ളതും മരിച്ചതും പോലെയാണ്. അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു ഹൃദയമുണ്ടോ? അത് ജീവനുള്ള ഹൃദയമാണ്. അല്ലാഹുവിനെ ഓർക്കാത്ത, അല്ലാഹുവിനെ സ്മരിക്കാത്ത ഹൃദയമുണ്ടോ? കൽ മയ്യിത്ത്, അത് നിർജീവമാണ്, അത് മരിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനാണ് പറയുന്നത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അൽ ദിക്റുൽ ഖൽബി മസലുൽ മാഇ ലിസ്സമക്. നമ്മുടെ ഹൃദയത്തിന് ദിക്റുള്ള എത്രത്തോളം ആവശ്യമാണെന്നറിയോ? മസലുൽ മാഇ ലിസ്സമക്, മീനിന്, മത്സ്യത്തിന് എപ്രകാരമാണോ വെള്ളം ആവശ്യമുള്ളത്, അപ്രകാരം നമ്മുടെ ഹൃദയത്തിന് ദിക്റുള്ള ആവശ്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വകൈഫ യകൂനു ഹാലു സമകി ഇദാ ഫാറഖൽ മാ. എങ്ങനെയാണ് ആ മീനിന് ആ വെള്ളം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ മീനിന്റെ അവസ്ഥ? ആ വെള്ളത്തിൽ നിന്ന് മീനിനെ പുറത്തേക്കെടുത്താൽ, ആ മത്സ്യത്തിനെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ മീനിന്റെ അവസ്ഥ? ഇതുപോലെയാണ് ദിക്റുള്ളയില്ലാത്ത, അല്ലാഹുവിനെ ഓർക്കാത്ത ഹൃദയമുണ്ടല്ലോ, അത് മരിച്ചു പോകുന്ന ഹൃദയമാണ്. കൽ മയ്യിത്ത്, മയ്യിത്തിനോടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാത്ത ഹൃദയത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൃദയം എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ, സ്മരണകളിൽ മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, വദാകിരീനല്ലാഹ കസീറൻ വദാകിറാത്ത്. സത്യവിശ്വാസികളെ പറ്റി പരിചയപ്പെടുത്തുകയാണ്. സത്യവിശ്വാസികളെ പറ്റി പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അല്ലാഹു പറയുകയാണ്, വദാകിരീനല്ലാഹ കസീറ, അവർ അല്ലാഹുവിനെ ധാരാളമായി കൊണ്ട് ഓർക്കുന്നവരായിരിക്കും. വദാകിറാത്ത്, അവർ ധാരാളമായി കൊണ്ട് അല്ലാഹുവിനെ ഓർക്കുന്ന സ്ത്രീകളുമായിരിക്കും. ധാരാളമായി കൊണ്ട് ഓർക്കുന്ന പുരുഷന്മാരും അല്ലാഹുവിനെ ധാരാളമായി കൊണ്ട് സ്മരിക്കുന്ന സ്ത്രീകളും. എന്താണ് അവരുടെ പ്രത്യേകത? അവർക്ക് എന്താ റബ്ബ് കൊടുക്കുന്നത്? അല്ലാഹു അവർക്ക് വമ്പിച്ച പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് വമ്പിച്ച മഅ്ഫിറത്ത്, വലിയ പാപമോചനം അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ ദിക്റുള്ള എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴൊക്കെയാണ് അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കാതെ? ഒരുപാട് ദിക്റുകൾ, പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു വിശ്വാസിയുടെ നാവ് ദിക്റുകൾ കൊണ്ട് നനഞ്ഞിരിക്കണമെന്നുള്ളതാണ്.
ദിക്റുകൾ കൊണ്ട് നനഞ്ഞിരിക്കുമെന്നാണ് ഒരു വിശ്വാസിയുടെ നാവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനും നമ്മോട് ആവശ്യപ്പെട്ടത് ബുക്റത്തും വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും ആ റബ്ബിനെ പ്രകീർത്തിക്കാൻ, ദിക്ർ ചൊല്ലാൻ വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമുണ്ട്. എമ്പാടും ദിക്റുകളും ദുആകളും അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ ചൊല്ലുന്നുണ്ടോ? നമ്മളത് ഗൗനിക്കുന്നുണ്ടോ? അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താണ് നമ്മളതിനെ പറ്റിയിട്ട് നമ്മുടെ സമീപനം? രാവിലെ ആകുന്നു, വൈകുന്നേരമാകുന്നു, അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. പ്രദോഷത്തിൽ ചൊല്ലേണ്ട ദിക്റുകളും ദുആകളുണ്ട്. ആരാണത് പഠിക്കുന്നത്? ആരാണത് ശ്രദ്ധിക്കുന്നത്? സത്യവിശ്വാസികൾ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. സത്യവിശ്വാസികൾ മാത്രമേ ആ ദിക്റുകൾ മുഖവിലക്കെടുക്കുകയുള്ളൂ. അല്ലാത്തവരങ്ങനെ നേരം വെളുക്കുന്ന വൈകുന്നേരമാകുന്നു, അങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ അങ്ങനെ ജീവിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാടില്ല. അങ്ങനെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. അവൻ മയ്യത്തിനോട് തുല്യമാണെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉണ്ടാകേണ്ടത്, പ്രത്യേകിച്ച് ഈ സന്ദർഭങ്ങളിൽ, ആ ദിക്റുകളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഒന്നാമത്തെ കാര്യം ദിക്റാണ്. ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഫിക്റാണ്. ഫിക്റാണ് ഒന്നാമത്തത് ദിക്ർ, രണ്ടാമത്തത് ഫിക്റാണ്. ഫിക്ർ നമ്മിൽ ഉണ്ടാകണം. എന്താ ഫിക്ർ എന്ന് വെച്ചാൽ? ഫിക്ർ എന്ന് വെച്ചാൽ ചിന്തയാണ്. എന്തിനെ കുറിച്ചുള്ള ചിന്ത? നമ്മൾ എന്തെല്ലാം ചിന്തിക്കുന്നു, അല്ലെ? നമ്മൾ എന്തൊക്കെയാ ചിന്തിക്കാറുള്ളത്? നമ്മൾ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടാറുള്ളത്? ഭൗതികമായി ഒരുപാട് ചിന്തിക്കാറുണ്ട്. നമ്മുടെ മക്കളുടെ ഭാവിയെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മുടെ നാളത്തെ അവസ്ഥയെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ദുനിയാവിന്റെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാറുണ്ട്. എങ്കിൽ എപ്പോഴെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നാളെയുള്ള ലോകത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിലെ, ഈ അണ്ടകടാഹത്തിലെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? അതിന് നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? അത് ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അഫലാ യതദക്കറൂൻ അഫലാ യതദബ്ബറൂൻ ലഅല്ലകും തദക്കറൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ തദബ്ബുർ നടത്തുന്നില്ലേ? നിങ്ങൾ കാര്യങ്ങളെ പറ്റി ഉറ്റാലോചിക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ചോദ്യങ്ങളെ ഖുർആനിൽ എമ്പാടും കാണാം. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങളെന്താ ചിന്തിക്കാത്തത്? ഖുർആൻ ചോദിക്കുക. നമുക്ക് ഇവിടെ ചിന്തിക്കാൻ നേരം അല്ലേ? നമ്മൾ ദുനിയാവിന്റെ ഓട്ടപ്പാച്ചിൽ അങ്ങനെ മേക്കെട്ട് പരക്കമ്പാഞ്ഞ് ഓടുകയാണ്. ഇങ്ങനെയുള്ള ആളുകളോടാണ് അല്ലാഹുവിന്റെ ചോദ്യം. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അങ്ങനെ ചിന്തിക്കാതെ അങ്ങനെ മരിച്ചുപോയി. നാളെ പരലോകത്തെത്തുമ്പോ ചിന്തിക്കാത്തതിന്റെ പേര് വേദിക്കുന്ന അവസ്ഥയുണ്ട്. അർത്ഥ പറയുന്നുണ്ട്. അള്ളാഹു പഠിപ്പിക്കുന്ന സൂറത്തുൽ മുൽക്കിൽ നരകക്കാരുടെ അവസ്ഥ വിശദീകരിക്കുകയാണ്. അള്ള പറയുന്നു, അവരെ പറയുന്നതാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഏറെ സുപരിചിതമായിട്ടുള്ള വചനമാണ്, സൂറത്തുൽ മുൽക്കിലെ വചനമാണ്. അള്ളാഹു പറയുകയാണ് നരകക്കാരുടെ വിലാപത്തെ പറ്റിയിട്ട്. അവനിങ്ങനെ നരകത്തിൽ കടന്നെരിയുമ്പോൾ അവർ പറയും, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ അന്നൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിൽ, ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഈ കത്തിച്ചൊലിക്കുന്ന അഗ്നിയിൽ ഞങ്ങൾ പെട്ടുപോകുമായിരുന്നില്ലല്ലോ. അന്ന് കേട്ടിരുന്നെങ്കിൽ, അന്നൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നെങ്കിൽ, നാളെ ഈ അവസ്ഥ, നരകത്തിൽ കത്തിയിരിക്കുന്ന അവസ്ഥ വരില്ലായിരുന്നല്ലോ എന്ന് പരലോകത്ത് വെച്ച്, നരകത്തിയിൽ വെച്ച് വിലപിക്കുന്ന ആളുകളുടെ വിലാപം നമുക്ക് അല്ലാഹു പറഞ്ഞു തരുന്നത് അതിനു മുമ്പ് ചിന്തിക്കാനാണ്. ആലോചിക്കണം, ചിന്തിക്കണം. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലേ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രിയിൽ ഇങ്ങനെ നമസ്കരിച്ചിട്ട് ധാരാളമായി കൊണ്ട് കരയുന്നത് കാണുകയാണ്. പതിവില്ലാതെ പ്രവാചകൻ കരയുന്നു. കരഞ്ഞ് പ്രവാചകന്റെ താടിരോമങ്ങളിലൂടെ കണ്ണീർ കൂവങ്ങൾ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. കണ്ണീർ തുള്ളികൾ പ്രവാചകന്റെ താടിയിലൂടെ ഉറ്റി വീണ് പ്രവാചകന്റെ മടിയിലേക്കും തുടർന്ന് ഭൂമിയിലേക്കും കണ്ണുനീരിന്റെ തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അത്ഭുതമായി, എന്തേ പതിവില്ലാത്ത വല്ലാത്തൊരു കരച്ചിൽ.
പതിവില്ലാതെ വല്ലാത്തൊരു കരച്ചിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കരയുകയാണ്. ഇത് കണ്ടിട്ട് മഹദി ആയിഷ റളിയല്ലാഹു ചോദിച്ചു, ലിമജബക്കി യാ റസൂലല്ലാഹ്, ലിമജബക്കി, അല്ലാഹുവിന്റെ പ്രവാചകനെ എന്തിനാ കരയുന്നത്? എന്തിനാ പ്രവാചകനെ വിഷമിക്കുന്നത്? ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ വല്ലാത്തൊരു കരച്ചിൽ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ആയിഷ ലഖദ് നസലത അലയ്യ ലൈല ആയ, എനിക്ക് വല്ലാത്തൊരു ആയത്തിറങ്ങി ആയിഷ, ഈ രാത്രിയിലുണ്ടല്ലോ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുക, വൈലുൽ ലിമൻ ഖറാഹാ വലം യതഫക്കറു ഫീഹാ, ആരെങ്കിലും ആ ആയത്ത് പാരായണം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കടന്നുപോയാൽ അവന് നാശമാണ്, അവന് നാശമാണ് ആയിഷ. റസൂൽ പറയാ ആയിഷ ബീവിയോട്, എനിക്ക് വല്ലാത്തൊരു ആയത്തിറങ്ങി. സൂറത്തു ആലു ഇമ്രാനിലെ വചനങ്ങളായിരുന്നത്. സൂറത്തു ആലു ഇമ്രാനിലെ 190, 191 വചനങ്ങൾ. ഏതാണ് വചനങ്ങൾ? നമ്മൾ ഒരുപാട് തവണ ഓതിയിട്ടുള്ള വചനങ്ങളാണ്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. എത്ര തവണ ഓതിയ വചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഈ ആയത്തിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? റസൂൽ പറഞ്ഞെന്താണെന്നറിയോ? ഈ ആയത്ത് ഓതിയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാത്തവന് നാശം. നമ്മൾ അതിനെ പെട്ടിട്ടുണ്ടോ? എത്ര തവണ സൂറത്തു ആലി ഇമ്രാൻ നമ്മൾ ഓതി? എത്ര തവണ ഓതി കൂട്ടിയിട്ടുണ്ട് സൂറത്തു ആലി ഇമ്രാൻ? ഈ ആയത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ലേ? ഈ ആയത്തിലൂടെ നമ്മൾ ഓതി പോയിട്ടില്ലേ? ആ ആയത്തെത്തുമ്പോ അതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവന് നാശമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നഊദു ബില്ലാഹ്. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണ്ടേ? ഇസ്തിഗ്ഫാർ നടത്തേണ്ട എത്ര തവണ ആലു ഇമ്രാനിലൂടെ കടന്നുപോയി? ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അല്ലേ? ചിന്തിക്കാൻ അവിടെ നേരം, ആലോചിക്കാൻ അവിടെ സമയം, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? പഠിക്കണം, അറിയണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? അതേ ആയത്തിനെ കുറിച്ച് ചിന്തിക്കണം. പ്രപഞ്ചത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയിട്ട് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടല്ലോ, ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? അല്ലെ? ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളിങ്ങനെ അറിയാതെ പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. റബ്ബേ, ഇത് നീ വെറുതെ സൃഷ്ടിച്ചതല്ലോ, ഇത് നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് നമ്മൾ പറഞ്ഞു പോകും. യഥാർത്ഥ സത്യവിശ്വാസികൾ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. അങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസികൾ ഓരോ ആയത്തിലും ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് കടന്നു പോകണം. പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കാൻ, ചിന്തിക്കാൻ നമ്മൾ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തിയിട്ടുണ്ടോ? ഞാനും എന്റെ റബ്ബും മാത്രമായിട്ടുള്ള ഒരു സമയം. അത് ചിലപ്പോ രാത്രിയുടെ അന്ത്യയാമങ്ങളായിരിക്കാം, തഹജ്ജുദിന്റെ സമയമായിരിക്കാം. ആ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിച്ച് അതിനെ കുറിച്ച് ആലോചിച്ച് കണ്ണിൽ നിന്നും കണ്ണുനീര് ഇങ്ങനെ ഉറ്റി വീഴുന്ന ഒരു സാഹചര്യം നമ്മുടെ ആയുഷ്കാലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. വിശ്വാസം അതാണ് പ്രിയപ്പെട്ടവരെ. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, നാളെ പരലോകത്ത് 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകി ആദരിക്കും. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹു. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസം അർശിന്റെ തണൽ നൽകി ആദരിക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗത്തെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാദത് ഐനാഹു. ഒരു മനുഷ്യനാണ്. എങ്ങനെയുള്ള മനുഷ്യനെന്നറിയോ? ദക്കറല്ലാഹ ഖാലിയ, ഒറ്റയ്ക്കിരുന്ന്, ആരും കാണാത്ത സന്ദർഭത്തിൽ ഒറ്റയ്ക്കിരുന്ന് റബ്ബിനെ കുറിച്ച് ആലോചിച്ച് കണ്ണിൽ നിന്നും കണ്ണുനീർ വാർത്തവൻ അല്ലാഹു നാളെ പ്രത്യേകം ആദരിക്കും.
അർശിന്റെ തണൽ കൊടുത്ത് ആദരിക്കും അത്തരത്തിലുള്ള ആളുകളെ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ചിന്തക്ക് സമയം കണ്ടെത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഓട്ടത്തിനിടയിൽ അല്പം ഈ പ്രപഞ്ചത്തെ പറ്റിയിട്ട്, അല്ലാഹുവിനെ പറ്റിയിട്ട്, നാളെയുടെ ലോകത്തെ പറ്റിയിട്ടൊക്കെ ആലോചിക്കാനും ചിന്തിക്കാനും പ്രിയപ്പെട്ടവരെ നമുക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ചിന്തിക്കണം, ആലോചിക്കണം. രണ്ടാമത്തെ കാര്യം ഫിക്റാണ്. ഒന്ന് ദിക്റാണ്, രണ്ട് ഫിക്റാണ്. മൂന്നാമത്തത് പ്രിയപ്പെട്ടവരെ ശുക്റാണ്. ശുക്ർ, അല്ലാഹുവിന് നന്ദി കാണിക്കുക, അല്ലാഹുവിന് നന്ദി കാണിക്കുക. ഫിക്ർ നമ്മെ ദിക്റിലേക്ക് നയിക്കും, ദിക്ർ നമ്മെ ശുക്റിലേക്ക് നയിക്കണം. മൂന്നാമത്തെ കാര്യം ശുക്റാണ്, അല്ലാഹുവിന് ശുക്ർ കാണിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ കാര്യമാണ് ശാക്കിറൻ ലിഅൻഉമിഹി, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായിരുന്നു പ്രവാചകന്മാർ. ഇബ്രാഹിം നബിയെ പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാൻ കഴിയും. അങ്ങനെ ഓരോ പ്രവാചകന്മാരെ പറ്റിയിട്ടും അവരൊക്കെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായിരുന്നു. നമുക്ക് എത്ര അനുഗ്രഹങ്ങളാ റബ്ബ് നൽകിയിട്ടുള്ളത് അല്ലെ? ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നമ്മളിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുക. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കൂ. എന്ത് കലുഷിതമായിട്ടുള്ള സാഹചര്യങ്ങളാണ്, പ്രശ്ന സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയാണ്, ദശലക്ഷക്കണക്കിന് ആളുകൾ പ്രയാസപ്പെടുകയാണ്. പട്ടിണി മൂലം ഭക്ഷണം കിട്ടാതെ വിശന്നുകൊണ്ട് മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? ലോകത്തിന്റെ പിന്നെ ഈ യുദ്ധത്തിന്റെ ഭീകരതയിൽ പെട്ട് പ്രയാസപ്പെടുന്ന പിഞ്ചു പൈതങ്ങളടക്കം എത്ര ലക്ഷക്കണക്കിന് ആളുകൾ, പ്രളയത്തിൽ, മിന്നൽ പ്രളയത്തിൽ മരിച്ചു പോകുന്ന ആയിരങ്ങൾ, ഭൂചലനങ്ങളിൽ വലിയ വലിയ ഭൂചലനങ്ങൾ മരണപ്പെട്ടു പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ, ഇതൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്, ഇതൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അതിന്റെ നടുവിലാണ് നമ്മളിങ്ങനെ ശാന്തമായി ഈ വെള്ളിയാഴ്ച, ഈ ജുമാ ദിവസം അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുവിനെ ശുക്ർ ബോധിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ വിശ്വാസികളാണോ? ശുക്ർ നമ്മുടെ കൂടെ ഉണ്ടാകണം. ഓരോ സന്ദർഭത്തിലും അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ എടുത്തു നോക്കി. അല്ലാഹുവിന്റെ റസൂൽ എന്ത് അനുഗ്രഹങ്ങളാണ് കിട്ടിയത്? ഭൗതികമായിട്ട് എന്തെങ്കിലും കിട്ടിയോ? ഭൗതികമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അങ്ങനത്തെ അല്ലാഹുവിന്റെ റസൂല് രാത്രി അന്ത്യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചിട്ട് കാലിൽ നീര് വന്നിട്ട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു പോയി, എന്തിനാ പ്രവാചകരെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു മറുപടി ഉണ്ട്, നമ്മുടെ നെഞ്ചകളിൽ കൊത്തിവെക്കേണ്ട മറുപടി. ആയിഷ, അല്ലയോ ആയിഷ, അഫലാ അകൂന അബ്ദൻ ശുകൂറ, അല്ലയോ ആയിഷ, ഞാനൊരു നന്ദിയുടെ അടിമയാകണ്ടേ ആയിഷ? ആരാ പറയുന്നത്? റസൂലുള്ളാഹ്. ഭൗതികമായി കൊണ്ട് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടോ? വിശന്നിട്ട് അവിടുന്ന് അടുത്ത് പുകയാത്ത ദിവസങ്ങൾ, മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ലേ? പച്ചില ഭക്ഷിച്ച് ആടുകൾ കാഷ്ടിക്കുന്നതുപോലെ കാഷ്ടിച്ചിട്ടില്ലേ? വിശന്നുകൊണ്ട് സന്ധ്യയിൽ രണ്ട് കല്ല് വയറിൽ കെട്ടിക്കൊണ്ട് കിടന്നു പോയിച്ചിട്ടില്ലേ? ഈന്തപ്പന ഓരയിൽ കിടന്ന് പുറത്ത് അടയാളങ്ങൾ വന്നിട്ടില്ലേ? വിശന്നുകൊണ്ട് രാത്രിയിൽ പുറത്തിറങ്ങി നടന്നിട്ടില്ലേ? ഈ റസൂലാ പറയുന്നത് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണ്ടേ ആയിഷ എന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കി, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കി. അല്ലാഹു പറയുന്നു, നിങ്ങൾ അതിങ്ങനെ എണ്ണി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണാൻ കഴിയില്ല. എണ്ണി ചിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ കിട്ടിയവരെ നമ്മൾ അതിന് ശുക്ർ ബോധിപ്പിക്കാൻ, നന്ദി കാണിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അങ്ങനെ ശുക്ർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം, അല്ലെ? എങ്ങനെ അല്ലാഹുവിന് ശുക്ർ ചെയ്യാം? നമ്മളിങ്ങനെ സാധാരണ എല്ലാ കാറിന്റെ മുകളിലും ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു വചനമാണ്, ലഇൻ ശകർതും ലഅസീദന്നകും, അല്ലെ? കാറിന്റെ മുകളിൽ, വീടിന്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ച് നമ്മളിങ്ങനെ കാണുകയാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, സൂറത്ത് ഇബ്രാഹിമിലെ ആമുഖമായി കൊണ്ട് നിങ്ങളെ കേൾപ്പിച്ച വചനമാണ്. ലഇൻ ശകർതും ലഅസീദന്നകും. അതിങ്ങനെ കാറിൽ ഒട്ടിച്ചു വെക്കാനുള്ളതാണ്. അത് നമ്മുടെ നെഞ്ചങ്ങളിൽ ഉണ്ടാകണം. അത് പുറത്ത് ഒട്ടിക്കുമ്പോൾ അതിൻ്റെതായിട്ട് പ്രയാസങ്ങളുണ്ട്. കാറിലൊക്കെ ഒട്ടിക്കുമ്പോൾ, കാറിന്റെ മുകളിൽ ഒട്ടിക്കുമ്പോൾ പലപ്പോഴും അത് നിന്ദിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ചിലപ്പോൾ അതിന്റെ അർത്ഥത്തിൽ പോയി ആയത്ത് തന്നെ വികൃതമാവും, അർത്ഥം മാറും. ലഇൻ ശകർതും ഹംസ് പോയി ലൻ ശകർതും, അർത്ഥം നേരം ഉൾട്ടയായി മാറും. നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല,
അല്ലെ? അങ്ങനത്തെ അർത്ഥത്തിലേക്ക് അത് പോകും. അല്ലെങ്കിൽ അത് പക്ഷികൾ അതിൽ കാഷ്ടിക്കും. അങ്ങനെ വിശുദ്ധ ഖുർആൻ എത്തിക്കുന്ന അവസ്ഥയിലേക്ക് പോലെ അത് എത്തുന്നുണ്ട്. അപ്പൊ അത് പുറത്ത് പ്രദർശിപ്പിക്കാതെ നമ്മൾ കാറിന്റെ ഉള്ളിൽ ഇരിച്ചോളി, കാറിന്റെ ഉള്ളിൽ ഒപ്പിച്ചോളി, വീടിന്റെ ഉള്ളിൽ ഒപ്പിച്ചോളി. ആത്യന്തികമായിക്കൊണ്ട് നമ്മുടെ മനസ്സിനാണ് ആയത്തുണ്ടാകേണ്ടത്. ഇൻഷക്കറത്തും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അസീദന്നകും നാം നിങ്ങൾക്ക് വർധനവ് നൽകും, ധാരാളം നൽകും. പക്ഷെ ആയത്തിന്റെ ബാക്കിയുണ്ട്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കൂല. ആയത്തിന്റെ ബാക്കി എന്താ? ആയത്തിന്റെ ബാക്കി എന്താ? അതുകൂടി അതെന്താ? വലഇൻ കഫറതും, ഇനി അതല്ല, നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബീ ലശദീദ്, എന്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ. ആയത്തിന്റെ ബാക്കിയാണ്. ലൈൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ധാരാളം നൽകും. നേരെ മറിച്ച് നന്ദി കേട് കാണിച്ചാലോ ശക്തമായി കൊണ്ടുള്ള ശിക്ഷിക്കുന്നവനാണ് ഞാൻ. ഇന്ന അദാബീ ലശദീദ്, ആ ഒരു താക്കീത് കൂടി അതിന്റെ ശേഷമുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അല്ലാഹുവിനെ ശുക്ർ ബോധിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആരാധന കർമ്മങ്ങൾ, ദിക്റുകൾ, ദുആകൾ ഇതൊക്കെ അധികരിപ്പിക്കുക. അല്ലെ? രാത്രി നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ നിരന്തരമായി കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക. അങ്ങനെ അല്ലാഹുവിന് ശുക്ർ കാണിക്കുക. ഒരുപാട് ദിക്റുകൾ അല്ലാഹു റസൂൽ പഠിപ്പിച്ച് രാവിലെയും വൈകുന്നേരവും ചൊല്ലാറുണ്ടോ? അത് ചൊല്ലാറുണ്ടോ? എത്ര ആളുകൾ അത് ചൊല്ലുന്ന ആളുകൾ, അല്ലെ? അതൊക്കെ അല്ലാഹുവിനെ കാണിക്കുന്ന ശുക്റാണ്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കാണിക്കുന്ന ശുക്റാണ്. അങ്ങനെ ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ, വലിയ വലിയ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ശുക്റിന്റെ സുജൂദിലേക്ക് വീഴാൻ നമുക്ക് സാധിക്കണം. എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ട് നമ്മൾ ശുക്റിന്റെ സുജൂദ്? അല്ലെ? പ്രവാചകന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ പ്രവാചകൻ അപ്പം സുജൂദിലേക്ക് വീഴും. ശുക്റിന്റെ സുജൂദ് എപ്പോഴും ചെയ്യാം. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ, കുട്ടിയുണ്ടായി, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, കുട്ടി പിറന്നിരിക്കുന്നു, കുഞ്ഞു പിറന്നിരിക്കുന്നു, ശുക്റിന്റെ സുജൂദിലേക്ക് വീഴാൻ പിതാവിന് കഴിയണം. അല്ലെ? മകളുടെ കല്യാണം, അൽഹംദുലില്ലാഹ്, റാഹത്തായി, നല്ലൊരു വരനെ കെട്ടി, അൽഹംദുലില്ലാഹ്, എല്ലാ റാഹത്ത്. അതെ, ശുക്റിന്റെ സുജൂദ്, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കഴിയണം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഫുട്ബോൾ പ്ലെയർ, ഈജിപ്തിന്റെ ഒക്കെ ഫുട്ബോൾ പ്ലെയർ അഹമ്മദ് സലാഹിന്റെ ഒക്കെ ആ ലക്ഷക്കണക്കിന് ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ആരവങ്ങളെ, ആ ഗാലറിയെ സാക്ഷിയാക്കിക്കൊണ്ട് ആ സലാഹ് ഗോളടിച്ചപ്പോ അദ്ദേഹം റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന സുജൂദ് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കൗതുകത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. ശുക്റിന്റെ സുജൂദ്, അല്ലെ? അത് അപ്പം ചെയ്യണമെന്നുള്ളത് വേറെ വിഷയം. ഏതായിരുന്നാലും അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ അല്ലാഹുവിന് ശുക്ർ കാണിക്കാൻ നമ്മൾ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലാക്കുക. ഫിക്റും ശുക്റും. ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ഫിക്ർ നമ്മെ ദിക്റിലേക്ക് നയിക്കണം. ആ ദിക്ർ നമ്മെ ശുക്റിലേക്ക് നയിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ما بعد. സർവ്വലോകരക്ഷിതാവും അവന്റെ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധികളും അവന്റെ മാർഗ്ഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖല പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നമ്മൾ ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ റസൂൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പ്രത്യേകം പറയുകയാണ്, യാ മുആദ്, അല്ലയോ മുആദ്, നീ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ലാ തദൽ അൻ തഖൂല ദുബറ കുല്ലി സ്വലാത്തിൻ, എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഇങ്ങനെ പ്രാർത്ഥിക്കാതെ എഴുന്നേറ്റ് പോകരുത്. ഇങ്ങനെ പ്രാർത്ഥിക്കാതെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പ്രാർത്ഥന അതേതാ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ചെറിയൊരു പ്രാർത്ഥന, എളുപ്പം പഠിക്കാൻ പറ്റിയ പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി അലാ ദിക്രിക, നിന്നെ ധാരാളമായി കൊണ്ട് ഓർക്കാൻ നീ എന്നെ സഹായിക്കണം. വശുക്രിക, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ നീ എന്നെ സഹായിക്കണം. വഹുസ്നി ഇബാദതിക, നിനക്ക് ഏറ്റവും നന്നായിട്ട് ഇബാദത്ത് എടുക്കാൻ നീ എന്നെ സഹായിക്കണം റബ്ബേ. നല്ലൊരു പ്രാർത്ഥന.
اللهم أعني على ذكرك وشكرك وحسن عبادتك اللهم أعني على ذكرك وشكرك وحسن عبادتك. എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥിക്കാതെ എഴുന്നേറ്റ് പോകരുത് എന്നാണ് മുആദ് ഇബ്നു ജബലിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം. അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മക്കൾ ഇന്ന് മദ്രസ വിദ്യാഭ്യാസം 5ാം ക്ലാസ്സിലൊക്കെ വെച്ച് അവസാനിപ്പിക്കുന്നുണ്ട്. 5ൽ വെച്ചിട്ട് മദ്രസ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നുണ്ട്. 6ൽ നിർത്തുന്ന ആൾക്കാരുണ്ട് അല്ലെ? ഇന്ന് നമ്മുടെ മദ്രസ സംവിധാനം 7, 8, 9, 10 വരെ മദ്രസ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആളുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല, രക്ഷിതാക്കളും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. ഈ മക്കൾക്ക് എവിടുന്ന വിദ്യാഭ്യാസം കിട്ടുക? ഈ മക്കൾക്ക് എവിടുന്ന മതവിദ്യാഭ്യാസം കിട്ടുക? പിന്നെ അവർ എവിടുന്ന പഠിക്കുക? അതിനാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മദ്രസയിൽ, നമ്മുടെ ഈ യൂണിറ്റിൽ, ഈ മദ്രസയിൽ മദ്രസ വിദ്യാഭ്യാസം നിർത്തിയിട്ടുള്ള, മദ്രസ പഠനം കഴിഞ്ഞിട്ടുള്ള ഒരുപാട് മക്കളുണ്ട് അല്ലെ? ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ ഞായറാഴ്ചയും CRE കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ CRE MS നടത്തുന്ന CRE ക്ലാസ് ഇൻഷാല്ലാഹ് ഈ ഞായറാഴ്ച മുതൽ തുടങ്ങുകയാണ്. 7:30 മുതൽ 9 മണി വരെ. നമ്മുടെ മക്കൾ അതിലുണ്ടാകണം, നമ്മുടെ പേരക്കുട്ടികൾ അതിലുണ്ടാകണം, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ ഉണ്ടാകണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾക്ക് വേണം. ഇങ്ങനത്തെ ക്ലാസ് ആഗ്രഹിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. പലരും വിളിച്ചു ചോദിക്കാറുണ്ട്, ഇങ്ങനത്തെ ക്ലാസ് ഞങ്ങളെ യൂണിറ്റിലുണ്ടോ എന്ന്. അതിന് സംവിധാനങ്ങളുണ്ടെന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിറ്റിൽ ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കളാക്കി കുടുംബമാക്കി തീർക്കുമാറാകട്ടെ. നമ്മൾ ഒന്നു പോയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ പാപങ്ങളും അല്ലാഹു നോക്കി വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയി നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു അവർക്ക് മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന, മാനസികമായി കൊണ്ട് സംഘർഷം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ പെട്ടെന്ന് ശുദ്ധിയാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തെ യുദ്ധത്തിന്റെ ഭീതിയിൽ പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ നാടുകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. നീ ആശ്വാസം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഫലസ്തീനിലെ നമ്മുടെ പിഞ്ചോമനകൾ, അല്ലാഹുവേ, ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, അവർക്ക് നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.